പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എൻ്റെ കൂടെയുള്ള സൽമ. അപ്പൊ ഇന്ന് മെയ് 14 നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പത്രത്തിനകത്തൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്നെങ്കിലും ഒരു വിധി ഉണ്ടാകുമോ, ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് അറിയാൻ ജനങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന തല ജനവിധി, അത് ജന എന്ന് പറഞ്ഞത് കട്ട് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ വിധി അല്ലെന്നുള്ള ഒരു ഇതിലും, കാരണം കുറെ നാളായി, ഇന്നിപ്പോ 11ാമത്തെ ദിവസത്തിലോട്ട് കടക്കുകയാണ്. അപ്പം ഇതിനകത്ത് അവർ തമാശ രൂപേണ കൊടുത്തിട്ടുണ്ട്. അതായത് വോട്ട് തന്നുപോയി, ശരി തന്നെ, പക്ഷെ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കണം. ഓർക്കുക, ഇതല്ല പൊതുജനം. അതായത് ഒരു കഴുതയുടെ ഇതൊക്കെ വെച്ച് പടമൊക്കെ കൊടുത്തിട്ട് പൊതുജനങ്ങളെ ഇപ്പൊ ബംഗാളില് 6ാം നാള് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു, അതുപോലെ തമിഴ്നാട്ടിൽ 7ാം നാൾ എടുത്തു, ആസാമില് 9ാം നാള്, പുതുച്ചേരിയില് 10ാം നാൾ. അപ്പൊ കേരളം ആർക്കറിയാന്നുള്ള ഒരു ഇതോടെയാണ് അവര് കൊടുത്തേക്കുന്നത്. ഇന്നറിയുമായിരിക്കും, കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവരുടെ ചർച്ചകൾ നടക്കുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു, തിരുവനന്തപുരത്തേക്ക് പോകുന്നു, ഒന്നും ഇന്നറിയും നാളെ അറിയും പറഞ്ഞിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് അതില് ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ. ഇന്നലെ ഇതുപോലെ തന്നെ ഇന്നലെ അറിയും എന്നുള്ള ഒരു ഇതിൽ മാധ്യമങ്ങൾ ഒന്നടങ്കം ജാഗരൂപരായി ഇരുന്നിട്ട് അവസാനം അവരെ പറ്റിക്കുന്ന ഒരു പ്രവണതയാണ് വന്ന് പറഞ്ഞപ്പോ എല്ലാരും പ്രതീക്ഷിച്ചു ഇന്നെങ്കിലും അറിയാൻ പറ്റുമെന്ന്. അപ്പൊ രാത്രിയിലൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരുങ്ങി റെഡിയായിട്ട് എല്ലാം ഇരുന്നാണ്. ഇപ്പൊ ജയറാം രമേശ് അവസാനം വന്ന് പറയുകയുണ്ടായി, നാളെ ഇനി പ്രഖ്യാപിക്കുള്ളൂ, ഇന്ന് നമ്മളെല്ലാം തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇന്ന് കാണാൻ സാധിക്കുന്നത് നിയമസഭയില് അവരെ ഒന്നുകൂടെ യോഗം ചേരാൻ പോവുകയാണ്. ഇന്നലെ ഇതേപോലെ ഒരു യോഗം സംഘടിപ്പിച്ചു, യോഗം പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞിട്ട് ആ യോഗം ചർച്ച തീർന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചത് മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളൊരു ഒരു തീരുമാനത്തിലെത്തും എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. ഇന്നും ഇതേപോലെ ചർച്ച തുടങ്ങി. രാഹുൽ ഗാന്ധി KC വിളിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി 3/4 മണിക്കൂർ ചർച്ച നടത്തി, അരമണിക്കൂർ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് ചർച്ച നടത്തുന്നു എന്നല്ലാതെ അതിനൊരു ഫലം കാണുന്നില്ല. എന്നെങ്കിലും ജനങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് അവസാനം ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷ വേണ്ടെന്നാണ്. അതെ, നമുക്ക് അറിയത്തില്ല. എല്ലാ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അതാ, ഉടനെ അറിയിക്കും എന്നുള്ളൊരു വാർത്തയായിട്ട് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമുക്ക് എല്ലാ പത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും കളിയാക്കുന്ന ഒരു പരിഹാസ രൂപേണയുള്ള. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPM-ന്റെ തോൽവി മറയ്ക്കാനായിട്ട് കോൺഗ്രസ് സഹായിച്ചെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. മാധ്യമങ്ങളടക്കം, ഇപ്പം പ്രമുഖ മാധ്യമങ്ങളടക്കം ഒരു പരിഹാസം കൊണ്ടുവന്നു കഴിഞ്ഞു. കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷത്തിനൊരു ആയുധമാവുകയാണ്. കാരണം ഇതുവരെ മുഖ്യമന്ത്രി ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു വാർത്ത ഫ്രണ്ട് പേജിൽ ചെറിയ ഇതിൽ കോളത്തിൽ കൊടുത്തേക്കുന്ന SSLC ഫലം നാളെ. അപ്പം വിദ്യാർത്ഥികളൊക്കെ കാത്തിരിക്കുന്നവർ ഇപ്പൊ ടെൻഷൻ. പക്ഷെ അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി ഇല്ല അത് പ്രഖ്യാപിക്കാൻ എന്നുള്ളതാണ്. ഇന്നെങ്കിലും മുഖ്യമന്ത്രി ആരെന്നുള്ളൊരു കാര്യം വന്ന് എന്നിട്ടൊക്കെ ഇതിനൊരു മന്ത്രിമാരെ എല്ലാം തെരഞ്ഞെടുത്തു. പക്ഷെ എന്ത് ചെയ്യാൻ, കാരണം വിദ്യാർത്ഥികളുടെ ഭാവി നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ, അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതായിരുന്നു, കാരണം മുഖ്യമന്ത്രി എടുത്താലേ ഉള്ളൂ മറ്റു വകുപ്പുകൾ കാര്യങ്ങളും എല്ലാം റെഡിയാകുകയുള്ളൂ. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും നടന്നു കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു കാര്യം പോലും ഇവിടെ തീരുമാനമായിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി തീരുമാനിച്ചാലേ ബാക്കിയുള്ളവരെ ആൾക്കാരെ തീരുമാനിക്കാൻ സാധിക്കൂ. അപ്പം ആ ഒരു കാര്യത്തില് ഒരു ചോദ്യചിഹ്നമായി വീണ്ടും അവശേഷിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം. കേരളത്തെ മൊത്തം പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ CBSE-യുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു. അത് 95.62% വിജയം. അതൊരു നല്ല വിജയമാണ്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ 95.62% വിജയം നേടി. കേരളവും ലക്ഷദ്വീപും ഉൾപ്പെടെ തിരുവനന്തപുരം മേഖല രാജ്യത്ത് മുന്നില്. 93.84% വിജയവുമായി ചെന്നൈ മേഖല 2ാം സ്ഥാനത്തെത്തി. രാജ്യത്താകെ 85.20% പേർ ഉപരിപഠന യോഗ്യത നേടി. അപ്പം ഇത് ഇത്രയും വലിയ വാർത്തകൾക്കിടയിലും ഇങ്ങനെ ഒരു ചെറിയ ആശ്വാസം നൽകുന്ന വാർത്തകളൊക്കെയാണ് നമുക്ക് ആകെ മലയാളികൾക്ക് കുറച്ച് പ്രതീക്ഷ നൽകുന്നത്. പക്ഷെ വേറൊരു കാര്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പൊ നീറ്റ് തട്ടിപ്പ്, അതൊരു വലിയ കാര്യമാണ്. അത് നമ്മള് നിസ്സാര കാര്യമായി പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ പ്രത്യാഘാതങ്ങൾ കാണാൻ സാധിക്കും. മാർച്ചില് നല്ല രീതിയിൽ സംഘർഷം, അത് നമുക്ക് നല്ല വൈറലായ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടീനെ ഇങ്ങനെ
ഇത് അവർ തടയുന്നത്, ആ കുട്ടി എന്നിട്ട് പിന്നീട് പ്രതികരിക്കുന്നതൊക്കെ നല്ല എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് എക്സാമുകളെ വെച്ച് താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല. കാരണം PSC-ക്കാളും എത്രയോ കടുപ്പമേറിയ എക്സാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നീറ്റ് എക്സാം പോലൊരു എക്സാം അവർ കാത്തിരിക്കുന്നത് കുട്ടികൾ വിദ്യാർത്ഥികൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് ആ ചോദ്യപേപ്പർ കവർന്നൊക്കെ പറയുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകെ അവരുടെ പ്രതീക്ഷ, അതായത് സാമ്പത്തികമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നവരുടെ ആകെ പ്രതീക്ഷ ഈ നീറ്റ് എക്സാം ആണ്. അതിൽ നിന്ന് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടുന്നത്. അപ്പം ഈ സാമ്പത്തികമുള്ള വീട്ടില്, സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് MBBS ചെയ്യാൻ പറ്റും. പക്ഷെ ഈ മറ്റുള്ള സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ആകെ പ്രതീക്ഷയാണ്, ആകെ ഒരു പ്രതീക്ഷയുടെ നെല്ലിപ്പല. അവർ ആ ഒരു പ്രതീക്ഷയാണ് അവിടെ ഇല്ലാതാവുന്നത്. ഈ നീറ്റ് പോലുള്ള പരീക്ഷകളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നു കഴിഞ്ഞാൽ ഇനിയുള്ള കുട്ടികളുടെ ഭാവി ആലോചിച്ചിട്ടാണ് ഹാർഡ് വർക്കിന് തന്നെ വില ഇല്ലാതാവുകയാണ്. പറഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ട് ഒരു പുരോഗതിയും ഇല്ലാതെ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അവർ പഠിച്ചുകൊണ്ട് അവരുടെ കഴിവ് ബേസ് ചെയ്തിട്ട് അവർക്ക് ഒരു നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അതിനാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇത്തരം ഇൻഫ്ലുവൻസോട് കൂടി നാളെ സമൂഹത്തിലെ MBBS ബിരുദം നേടി ഡോക്ടറായി വരുന്ന അവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അല്ലെ? എങ്ങനെ വിശ്വസിച്ച് നമ്മൾ അവരെ മുന്നിൽ പോയിരിക്കും? ശരിക്കും പൈസ കൊടുത്ത് സീറ്റ് നേടുക, ഡോക്ടർ പദവി നേടുക, അതൊക്കെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യം. സാമ്പത്തികം ഉണ്ടെങ്കിൽ, സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യം. പക്ഷെ അപ്പൊ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മികവിനൊരു അവരുടെ തടയപ്പെടുന്നത്, അവരുടെ അവസരങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത് ശരിക്കും. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നാണ് ഇത്. പക്ഷേ ഫ്രണ്ട് പേജിൽ ചെറിയൊരു ബോക്സിലാണ്, പക്ഷെ ഒരു വലിയ വാർത്തയാക്കേണ്ട ഒരു വാർത്തയായിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളി തീരുവ കുത്തനെ കൂടി. അതായത് സ്വർണത്തിന് ഒറ്റ ദിവസം കൊണ്ട് കൂടിയത് 5880 രൂപയാണ്. അപ്പം പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ തീരുവ 6% നിന്നും 15% ഉയർത്തി. വെള്ളിയുടെ തീരുവ 15%, പ്ലാറ്റിനത്തിൻ്റെത് 6.40 നിന്ന് 15.4% വർദ്ധിച്ചു. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കൂടിയത് 5880 രൂപയാണ്. അപ്പം അടുത്തെങ്ങും ഇപ്പൊ മോദി പറഞ്ഞ പോലെ തന്നെ സ്വർണത്തിന് ഒരു നിയന്ത്രണമൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നിർദ്ദേശത്തിലും. അപ്പൊ വീണ്ടും സ്വർണത്തിന്റെ വില കൂടിയിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു തീരുമാനം ആകില്ല. ഈ യുദ്ധം കഴിയാതെ എന്താണെങ്കിലും അന്തിമമായിട്ടൊരു തീരുമാനം ഉണ്ടാകില്ലെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണക്ക് ഹോട്ടലുകൾ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. 1.5 മാസത്തിനിടെ 200 ഹോട്ടലുകൾ അടച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നഷ്ടം സഹിച്ച് ഇനിയും പിടിച്ചു നിൽക്കാനാകില്ല. ബീഫിന് കൃത്രിമ ക്ഷാമം വരുന്നു. ഹോട്ടലുകൾ പാചകവാതകമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ പൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇനി വരാൻ പോകുന്നത് എന്താണ്? ഒരു വലിയൊരു ലോക്ക്ഡൌൺ ആണോ നമ്മുടെ മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഒരു വശത്തെ മാസത്തിൽ 200 ഹോട്ടലുകൾ അടച്ചു. അതെ, അതുപോലെ ഇന്ധനക്ഷാമം കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഹോട്ടലുകൾ പൂട്ടുന്നു, മറുവശത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭക്ഷണ വില കൂടുന്നു. പശ്ചിമേഷ്യൻ യുദ്ധ ചീളുകൾ സാധാരണക്കാരെ വേദനിപ്പിക്കുകയാണ്. പാചകവാതകക്ഷാമത്തിൽ ജില്ലയിൽ ഇതുവരെ 200-ലേറെ ഹോട്ടലുകൾ പൂട്ടി. ആദ്യഘട്ടത്തിൽ പൂട്ടിയ ചില ഹോട്ടലുകൾ തുറന്നില്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ പൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണം കൂടുകയാണ്. അതെ, ഇപ്പം ഇതിങ്ങനെ ഒരു പരിഹാരമില്ലാത്തൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കും. ഒരു ചെറിയ പ്രതിസന്ധി നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കത്തില്ല. ഇപ്പം ഇന്ധനവില കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിനും നല്ല രീതിയിൽ, കാരണം ഒരുപാട് ഇപ്പൊ ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും അതുപോലെ വീട്ടിൽ നിന്ന് മാറി ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ കൂടുതൽ ഹോട്ടൽ അവരെയാണ് ബാധിക്കുന്നത്. കാരണം വീട്ടിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ മറ്റ് ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുടെ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത്. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മള് ഒരിടയ്ക്കല്ല ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വാർത്ത വരുന്നതെന്ന് പറയുന്നത് പാമ്പുകളുടെ ഒരുപാട് സ്ഥലം വീടുകളിൽ നിന്നും അതുപോലെ ഒരുപാട് പേര് മരണപ്പെട്ടു പാമ്പുകളുടെ ഏറ്റവും. അപ്പം ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്, കാരണം പാമ്പുകൾ വരുന്നത്. നമുക്ക് ഈ ചൂട് സമയത്തായിരുന്നു പാമ്പുകൾ ഇങ്ങനെ. പക്ഷെ എന്നാലും നമ്മളൊരു ജാഗ്രത വേണം, കാരണം കുട്ടികളാണ്, അവർ അത്രയും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പം മാതൃഭൂമി കൊടുത്തേക്കുന്നത് മാളം അടയ്ക്കണം പാമ്പിനെ കരുതണം. അപ്പൊ സ്കൂൾ തുറക്കാൻ ഇത്തവണ 5 അധിക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പം സ്കൂളുകളുടെ പരിസരം വൃത്തിയാക്കിയത് പരിശോധിക്കാൻ നഗരത്തിലെ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ കിട്ടിയത് മൂർഖൻ കുഞ്ഞിനെ. അപ്പൊ പാമ്പ് സ്കൂളിലാണ്, നമുക്കറിയാം വീടുകളിൽ എവിടെയൊക്കെയാണ് സ്കൂട്ടറിനകത്ത് വാഹനങ്ങൾക്കിടയിൽ അങ്ങനെ കാണാൻ കട്ടിലിന്റെ അടിയിൽ തലമണയുടെ അവിടെ അങ്ങനെയൊക്കെ പല സ്ഥലത്ത് നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെയാണ് പാമ്പിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ സ്കൂളിന്റെ അപ്പം എന്താണെങ്കിലും സ്കൂളിന് ചുറ്റും നമ്മൾ ഇങ്ങനെ
2 മാസം അവധി ആയതുകൊണ്ട് തന്നെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതലും വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പം ഒരു മൂർഖൻ കുഞ്ഞിനെ കണ്ടെത്തി. അപ്പം മറ്റു പല സ്കൂൾ പരിസരത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നു. പലയിടത്തും പാമ്പുകളെ പിടികൂടി. ജില്ലയിലെ വനം വകുപ്പിലെ സർപ്പ ഫെസിലിറ്റേറ്റർ കെ അബീഷ് പറയുന്നു. അപ്പം പല സ്ഥലത്ത് ഈ മാലിന്യം ഇപ്പൊ സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ മാലിന്യം കൂടുന്നതും അതുപോലെ തന്നെ പരിസരം വൃത്തികേടായി കിടക്കുന്നതും ഒക്കെ ഒരു കാരണമാണ് പാമ്പുകൾക്ക് വരാനായിട്ട്. അപ്പം കുട്ടികളാകുമ്പം കൂടുതൽ ശ്രദ്ധിക്കുകയൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ പോലും നമുക്കറിയാം, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തിരിക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും അതിനെ നേരിടാനുള്ള പേടിക്കും അവര്. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം 5 ഫിറ്റ്നസ് നിർബന്ധമാക്കിയത്. അപ്പം പാമ്പുകളുടെ ഇത് മാളം അടയ്ക്കണം. ഇപ്പം ചെറിയ പൊത്തിലൊക്കെ ആണെങ്കിലും മൂർഖൻ കുഞ്ഞ് നമുക്കറിയാം, അതത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. അപ്പം എന്താണല്ലോ അത്തരത്തിലൊരു നടപടി കൊണ്ടുവന്നത് എന്താണെങ്കിലും ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇടക്കാലത്ത് കുറച്ച് ഭീതിജനകമാക്കിയൊരു കാര്യമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അത് കുമരകത്ത് കനത്ത ജാഗ്രതയാണ്. അപ്പം യുവതിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുമരകത്ത് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വകുപ്പ് പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സന്ദർശനം നടത്തിയ യുവതിക്കാണ് രോഗം. ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല. അപ്പം പല പല പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനൊരു മസ്തിഷ്ക ജ്വരം, അത് നമുക്കിതുവരെ അതിനൊരു തക്കതായ മരുന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ആണ് ഇതിന് എടുക്കാനുള്ള ആകെ പരിഹാരം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ കുളിക്കാനോ ഒന്നിനും ഇറങ്ങരുത്. അങ്ങനെയുള്ള കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നമ്മൾ പാലിക്കേണ്ട ഈ സാഹചര്യത്തിൽ. നമ്മൾ ചെറുതെ 1-2 പേരിൽ നിന്ന് തുടങ്ങിയാലും കൂടുതൽ അത് വ്യാപിക്കാനായിട്ട് ഇടവരുത്തും. അപ്പൊ അതുകൊണ്ട് പകർച്ചവ്യാധി അല്ല എന്നുള്ളതാണ് ഏക ആശ്വാസം. എന്നിരുന്നാൽ പോലും കാലത്തെ പോലെ തന്നെ നമ്മൾ ജാഗ്രത മുന്നോട്ട് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഹിന്ദുവാകാൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല, ഹിന്ദുമതം ജീവിത രീതിയെന്നും സുപ്രീം കോടതി. അതായത് ഒരാൾ ഹിന്ദുവായി തുടരാൻ ക്ഷേത്രത്തിൽ പോകണമെന്നോ ആചാരം അനുഷ്ഠിക്കണമെന്നോ നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി. അപ്പൊ സ്വന്തം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് പോലും ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ മതിയായ കാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ഹിന്ദുമതം ഒരു ജീവിത രീതിയാണെന്നും ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട 15-ാം ദിവസത്തെ വാദത്തിനിടെയാണ് കോടതി ഇത് പറഞ്ഞത്. അപ്പം അമ്പലത്തിൽ പോകണമെന്നോ അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നോ നിർബന്ധമില്ല. ഒരാൾ ഹിന്ദു ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വീട്ടിലെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ വിധി. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 1762 പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. മുഖത്തലയ്ക്കടുത്ത് കണിയാംതോടിന് സമീപം പാചകവാതക വിതരണ കമ്പനിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 1762 സിലിണ്ടറുകളാണ് പിടികൂടിയത്. ജില്ലാ സപ്ലൈ ഓഫീസിന് ലഭിച്ച രഹസ്യ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഒഴിഞ്ഞ വാണിജ്യ സിലിണ്ടറുകൾ അടക്കം പിടികൂടിയത്. അപ്പം 1762 പാചകവാതക സിലിണ്ടറുകൾ. ഇപ്പൊ ഏറ്റവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി അത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അനധികൃതമായിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഇടയ്ക്കും ആൾക്കാർ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ജനങ്ങളിപ്പം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയാണ്. അവർക്ക് ചൂഷണം ചെയ്യുന്ന രീതിയിലും ഇനി കിട്ടുമോ എന്നുള്ളൊരു പേടിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കും ആൾക്കാർ ചൂഷണവും അതുപോലെ ഇങ്ങനത്തെ അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഹൈക്കമാൻഡിന് മുന്നിൽ സുധീരൻ തുറന്നു പറഞ്ഞു. അതായത് ജനം സതീശനൊപ്പം മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ പ്രതിഷേധമുയരും. അപ്പം നമുക്കറിയാം കേരളത്തിൽ കൂടുതലും സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രതിഷേധം വരും എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഒരാള് കടുത്തുരുത്തിലാണെങ്കിലും ആത്മഹത്യാശ്രമം നടത്തുകയും, അതേപോലെ കോഴിക്കോട് ആണെങ്കിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ നേതാവ് പറയുകയാണ്, ഖദറെല്ലാം വാരിക്കൂട്ടിയിട്ട് കത്തിക്കും, VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെക്കും, കോൺഗ്രസിൽ നിന്ന് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തു പോകും, സ്വന്തമായി ഞാൻ അതിൽ നിന്ന് നേതൃസ്ഥാനം ഒഴിയും, അതുപോലെ ഖദറെല്ലാം കൂടെ ഉള്ളിയേരി ബസ് സ്റ്റാൻഡിൽ ഇട്ട് കത്തിക്കും എന്നൊക്കെയാണ് പ്രതിഷേധം. പല തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. ആത്മഹത്യാശ്രമം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും നിസ്സാരമായി ഈ ഒരു തർക്കത്തിന്റെ പേരിൽ. കാരണം ആര് മുഖ്യമന്ത്രി ആയാലും കേരളത്തിന് നല്ലത് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ഇന്ന ആള് തന്നെ വരണമെന്നുള്ള ഒരു ഭ്രാന്തമായ രീതിയിലേക്ക് നമ്മള് സിനിമാ താരങ്ങളെ ആരാധിക്കുന്ന പോലെ ഭയങ്കര രീതിയിൽ, അത് രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു. ശരിക്കും ഈ കോൺഗ്രസ്സുകാര് പൊതുവെ പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റ് അടിമകളാണ്, കമ്മികൾ എന്നൊക്കെ പറയുന്ന അവര് തന്നെ ഇത്തരത്തിൽ കാണിക്കുന്നത് എന്താണ് അവരുടെ മനോഭാവം എന്ന് നമുക്ക് മനസ്സിലാകും.
മനസ്സിലാകുന്നില്ല. പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയാം. അത് അതോ അവരുടെ അടിമത്തം കൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നത്? ശരിക്കും ആരാണ് അടിമകൾ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചൊവ്വാഴ്ച രാത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നും കേരളത്തിലെ ജനവിധി അതാണെന്നുമുള്ള ശക്തമായ നിലപാട് ഉയർത്തി മുതിർന്ന നേതാവ് വി.എം. സുധീരൻ. മുഖ്യമന്ത്രിയെ കെ.സി. വേണുഗോപാൽ എന്ന ഒറ്റപ്പേരിൽ എത്തിയപ്പോഴാണ് പ്രഖ്യാപനത്തിന് മുൻപ് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഓക്കെ, അപ്പം സതീശൻ അപ്പം ഇതുപോലെ ഇപ്പം പോസ്റ്റർ യുദ്ധമാണെങ്കിലും നമുക്കറിയാം ഭയങ്കര രീതിയിൽ വൈറലായിരുന്നു. അതായത് ഇത് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റർ, അതായത് നിയുക്ത മുഖ്യമന്ത്രിക്ക് ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് അതിനെ എതിർക്കാനായിട്ട് വേണുഗോപാലിന്റെ ഇത് വന്നിരുന്നു. അപ്പൊ അതുപോലെ നടത്തിയിരുന്നു. അതെ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നാണക്കേടാണ് തുറന്നു പറയുകയാണെങ്കിലും. അപ്പം നമ്മൾ കൂടുതലും പറഞ്ഞോണ്ട്, അതായത് അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള, അതായത് ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞോണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞിട്ട് പോരെ ഈ തർക്കം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിപ്പോ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 11ാം ദിവസത്തിലോട്ട് കടക്കുമ്പോൾ പോലും ആരാണ് മുഖ്യമന്ത്രി എന്നൊരു തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതിങ്ങനെ തർക്കങ്ങൾ, അവർക്കിടയിൽ തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു ആളുകൾ എങ്ങനെ കേരളത്തെ ഭരിക്കും എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ചോദ്യമാണ്. അപ്പം ഈ സതീശനെ എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും നല്ല രീതിയിൽ യു ഡി എഫ് ഇപ്രാവശ്യം തരംഗം സൃഷ്ടിച്ചതിന്റെ ഏറ്റവും കാരണക്കാരൻ വി.ഡി. സതീശനാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ജനങ്ങൾ പറയുന്നതാണോ പറയിപ്പിക്കുന്നതാണോ നമുക്കറിയാം. കാരണം നല്ല രീതിയിൽ PR വർക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എവിടെ നോക്കിയാലും ഫ്ലെക്സിന്റെ കാര്യത്തിലാണ് സോഷ്യൽ മീഡിയയിലും ഭയങ്കര വൈറലായിട്ട് അദ്ദേഹത്തിന്റെ പഴയ വീഡിയോസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ വന്ന് ഇത് ഇനി കേരളത്തെ നയിക്കണം എന്നുള്ളൊരു രീതിയിൽ വരുന്നുണ്ട്. അപ്പം പക്ഷെ കെ.സി. വേണുഗോപാലിന്റെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് നമുക്കറിയായിരിക്കും, എന്ന് പ്രതീക്ഷിക്കാം. ഇതേപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെയാണ് നമ്മൾ പറയുകയുണ്ടായത്. അറിയില്ല. അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പം വിജയ് അവിടെ അധികാരമേറ്റ് പല പല കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പം നിയമസഭയിലെ വിശ്വാസം നേടി വിജയ്. അനുകൂലിച്ചവർ 144, എതിർത്തവർ 22. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസം നേടിയെടുത്ത വിജയ് സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ ലഭിച്ചത് 114 MLA-മാരുടെ പിന്തുണ. കേവല ഭൂരിപക്ഷത്തിന് 117 MLA-മാരുടെ പിന്തുണയാണ് വേണ്ടിയിരുന്നത്. പാർട്ടി വിപ്പ് ലംഘിച്ച് അണ്ണാ DMK-യിലെ 25 MLA-മാർ അനുകൂല വോട്ട് രേഖപ്പെടുത്തി. അപ്പൊ അണ്ണാ DMK പിളർന്നു. വിജയയുടെ ഈ കടന്നുവരവിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 144 പേര് അനുകൂലിച്ചു എന്നുള്ളൊരു കാര്യം ഒരു വലിയ കാര്യമാണ്. വിജയെ സംബന്ധിച്ച് ആ TVK എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് അല്ലേ? അദ്ദേഹം ഇപ്പൊ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്കൂളിന്റെയും അങ്ങനെ പരിസരത്തുള്ള മദ്യപാന ഷോപ്പുകളെല്ലാം അടച്ചുപൂട്ടി. അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് ഗുണ്ടകൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു. അതായത് നമ്മൾ ഇവിടുത്തെ എന്താ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ല. പക്ഷെ അവർക്ക്, അതായത് നമ്മുടെ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ശവം കൊണ്ടുപോകാൻ പോലും ആരും കാണില്ല എന്നുള്ള ഒരു രീതിയിൽ നല്ല രീതിയിൽ ബോധവൽക്കരണ ക്ലാസ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു ശൈലിയാണ് അവര് നോക്കുന്നത്. അല്ലാതെ എന്താണെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാന്നുള്ള ഒരു രീതി, അത് എന്താണ് ഒരു നല്ലൊരു കാര്യമാണ്. ഒരു വേറിട്ട ചിന്താഗതിയായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെയൊക്കെ കാര്യങ്ങൾ കേരളത്തിലും കൊണ്ടുവരണം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ശേഷം വിജയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ, ഇനിയിപ്പോ തുടക്കത്തിൽ തന്നെ ഇത്തരം വികസനങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഇനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് നൽകാനായിട്ട് തയ്യാറാണ്. ഇപ്പം പെൺകുട്ടികളുടെ വിവാഹത്തിനാണെങ്കിലും അതുപോലെ വൈദ്യുതി, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ആ ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ടും ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ ലാഭങ്ങൾ പക്ഷെ വിജയ് അങ്ങനെയല്ല, ജനങ്ങളുടെ മൊത്തം ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് തോന്നുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത നമുക്കറിയാം, ഇപ്പം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ഇസ്രയേലും അമേരിക്ക, അതുപോലെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പം സൗദിയും ഇറാന് തിരിച്ചടി നൽകി. അതായത് US-ഇറാൻ സംഘർഷത്തിലെ സൗദി അറേബ്യക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് അതേ നാണത്തിൽ സൗദി തിരിച്ചടി നൽകിയതായി റിപ്പോർട്ടുകൾ. ഇത് ആദ്യമായാണ് സൗദി ഇറാന്റെ മണ്ണിൽ നേരിട്ട് സൈനിക നടപടി നടത്തിയത്. ഓക്കെ, അപ്പം ആദ്യം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കെതിരെ ഇറാൻ സൗദിയിൽ ആക്രമണങ്ങൾ നടത്തി.
മേഖലയിലെ മറ്റ് പല ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയുടെ താവളത്തില് ഇറാൻ ഇത്തരത്തില് ഓരോ ആക്രമണങ്ങൾ നടത്തിയായിരുന്നു. പക്ഷെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്നത് സൗദി തിരിച്ചടിക്കുന്നു. സൗദി ഒരു 1-2 വട്ടം താക്കീത് നൽകിയായിരുന്നു ഇറാനോട്. പക്ഷെ അതിലൊന്നും ഇറാൻ പിന്തിരിയാത്ത. പക്ഷെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഈ നഷ്ടമാവുന്നത് സൗദിയുടെ സാമ്പത്തികമാണ്. അതുകൊണ്ടായിരിക്കാം സൗദി ഇത്തരത്തിൽ തിരിച്ചടിക്കാൻ തയ്യാറായത്. അപ്പൊ ആദ്യമായിട്ടാണ് സൗദി തിരിച്ചടിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ്. പിന്നെ നമുക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണി റെഡി. അപ്പം നമുക്കറിയാം June 1 സ്കൂള് തുറക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും പർച്ചേസ് ചെയ്യുന്ന ഒരു സമയമാണല്ലേ ഇത്. അപ്പം എല്ലാ കുട്ടികളെ വരവേൽക്കാൻ വ്യാപാരികള് പല ട്രെൻഡുമായിട്ട് അവരുടെ ട്രെൻഡിനനുസരിച്ച് പാഠപുസ്തകങ്ങളാണെങ്കിലും ബാഗുകളാണെങ്കിലും കുടകളാണെങ്കിലും എല്ലാ രീതിയിലും അവർ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പിന്തുടർന്ന് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരുടെ ഫേവറിനനുസരിച്ച് നിൽക്കുന്നു വ്യാപാരികൾ ഉൾപ്പെടെ എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ സ്പോർട്സിലോട്ട് കടക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ആവേശത്തിലായിരിക്കുന്ന IPL കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്നലെ IPL-ലാണെങ്കിലും ഏറ്റവും കൂടുതൽ RCB, അതായത് കോഹ്ലി സെഞ്ചുറി അടിച്ച് റെക്കോർഡുകൾ തകർത്തു. അതായത് കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹം ഡെക്കൗട്ട് ആയതിന് ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. തുടർച്ചയായ 2 കളികളിൽ ഡെക്കായതിന്റെ മാനക്കേട് സെഞ്ചുറിയും റെക്കോർഡ് റൺവേട്ടയും മായിച്ചു കളഞ്ഞ വിരാട് കോഹ്ലി തലയുയർത്തി നിന്നപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തകർപ്പൻ ജയം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. അതായത് T20 ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന ബാറ്ററായി കോഹ്ലി. 409 ഇന്നിംഗ്സുകളിൽ നിന്നാണ് ഈ നേട്ടം. 423 ഇന്നിംഗ്സുകളിൽ നിന്നും ഇത്രയും റൺസ് എടുത്ത് വിൻഡീസ് താരം ക്രിസ് ഗെയിലിനെ റെക്കോർഡ് മാഞ്ഞുപോയി. അപ്പൊ 14,000 റൺസ് നേടുന്ന ആദ്യത്തെ ബാറ്ററാണ് കോഹ്ലി. അപ്പൊ ഒരു വിജയിച്ചത് മാത്രമല്ല, അദ്ദേഹം ഒരു വലിയൊരു റെക്കോർഡും കൂടെ ഇപ്പം സ്വന്തമാക്കിയിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ റൺസ് തികയ്ക്കുന്ന ബാറ്ററായിട്ട്. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സൗദി പ്രോ ലീഗ് ഫുട്ബോൾ ക്രിസ്ത്യാനോ കാത്തിരിക്കണം. അതായത് സൗദി പ്രോ ലീഗ് ഫുട്ബോൾ കിരീടത്തിനായി അൽ നാസറിനും ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും കാത്തിരിക്കണം. അപ്പം നിർണായക മത്സരത്തിൽ ഗോൾ കീപ്പറുടെ പിഴവ് കാരണം അൽ ഹിലാലുമായി സമനിലയ്ക്ക് വഴങ്ങേണ്ടി വന്നതാണ് അൽ നാസറിന് തിരിച്ചടിയായത്. ഓക്കെ, അപ്പം ഗോൾ കീപ്പറിന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഇപ്പൊ സമനിലയിൽ എത്തിയിരുന്നു. അപ്പൊ അവർക്ക് ആ കിരീടം കിട്ടിയേനെ. പക്ഷെ സമനിലയിൽ ആ ഒരു ഗോൾ കീപ്പറിന്റെ ഒരു പിഴവ് കാരണം ഇത് നിർത്തി വെച്ചിരിക്കണം. അപ്പൊ അതിന് ഇനിയും കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അത്യാവശ്യം വാർത്തകളെല്ലാം തന്നെ വിശകലനം ചെയ്തു. അപ്പൊ ഇന്നത്തെ പത്രവാർത്താസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.